കോഴിക്കോട് കോർപ്പറേഷനിലെ ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ നവീകരിച്ച കുളം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഡ്രെയിനേജ്, സൗന്ദര്യവൽക്കരണം എന്നിവയുടെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. ഇതിനായി 30 ലക്ഷം രൂപ വീതം കോർപ്പറേഷൻ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോഴിക്കോട് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കുളം നവീകരിച്ചത്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്റർലോക്ക്, ഷെൽട്ടർ, ഓപ്പൺ ജിം, ലൈറ്റിംഗ് എന്നിവയൊരുക്കും. ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രകുളം മനോഹരമായി നവീകരിച്ചിരിക്കുകയാണ്. നവീകരിച്ച ക്ഷേത്രകുളവും കുളം നവീകരണത്തിൻ്റെ 2ാം ഘട്ടവും വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കുളം നവീകരണത്തിന് ചുക്കാൻ പിടിച്ച കോഴിക്കോട് കോർപ്പറേഷന് മന്ത്രിയുടെ വക അഭിനന്ദനം. കോഴിക്കോട് കോർപ്പറേഷൻ ഇന്നുവരെ കാണാത്ത നിലയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ കാണും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെയും ഡെപ്യൂട്ടി മേയർ ശ്രീ CP മുസാഫർ അഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. രാജ്യാന്തര തലത്തിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ ഭരണത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് അധ്യക്ഷനായി. കോഴിക്കോട് സാമുദ്രിരാജ PK കേരളവർമ്മ മുഖ്യാതിഥിയായി. കൗൺസിലർ MC അനിൽകുമാർ, മലബാർ ദേവസ്വം ബോർഡ് കോഴിക്കോട് ഡിവിഷൻ ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ, മുൻ കൗൺസിലർ അഡ്വക്കേറ്റ് ചേമ്പിൽ വിവേകാനന്ദൻ, പാർത്ഥസാരഥി ക്ഷേത്രം പ്രസിഡന്റ് K. വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.